ഈ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഹോട്ടൽ ഉടമയോട് ചോദിച്ചപ്പോൾ ഹോട്ടൽ ഉടമയുടെ മറുപടി കേട്ട് ഞാൻ ശരിക്കും ഞെട്ടി. ചാലിയം വ്യൂ പോയിന്റ് വന്നിട്ട് ജങ്കാറ് കയറി ബേപ്പൂരെത്തി. ബേപ്പൂർ സുൽത്താൻ മുഹമ്മദ് ബഷീറിൻ്റെ നാട്, അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായ ഉരുവിൻ്റെ നാട്. അങ്ങനെ ബേപ്പൂർ കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നാഷണൽ ബിരിയാണി സെൻറ്റർ എന്ന ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ണിപ്പെട്ടത്. ഈ സമയത്ത് നല്ല വിശപ്പായിരുന്നുകൊണ്ട് എന്തായാലും നാഷണൽ ബിരിയാണി സെൻറ്ററിൽ കയറി ഒരു സൂപ്പർ ബിരിയാണി കഴിച്ചു. ബിരിയാണിയെ കൊള്ളാം, നല്ല ടേസ്റ്റാണ്, ദം ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണി കഴിച്ച് ക്യാഷ് കൊടുക്കാൻ വേണ്ടി കൗണ്ടറിൽ പോയപ്പോഴാണ് ഈ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഹോട്ടൽ ഉടമയോട് ചോദിച്ചപ്പോൾ ഹോട്ടൽ ഉടമയുടെ മറുപടി കേട്ട് ഞാൻ ശരിക്കും ഞെട്ടി. അപ്പോൾ ആ മറുപടി എന്താണെന്നല്ലേ, ഇതാ കേട്ടോ. ചേട്ടാ, ഇത് എത്ര വർഷം പഴക്കമുണ്ടേട്ടാ? ഇതെന്തായാലും 50 വർഷത്തിന് മേലെ പഴക്കമുണ്ടാവും. ചേട്ടാ, ഇത്രയും പഴക്കമുള്ള ഈ ടി വി നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? അത് ഒരു പ്രായമുള്ള ഒരാളോടെ അത് ചോദിച്ചു വാങ്ങിയതാ. കാരണം അയാൾ മുമ്പ് ഒരു മാർഗം ഗൾഫിൽ പോയ ആളാ. ബേപ്പൂരിൽ നിന്ന് ആദ്യമായിട്ടാണ് അയാളാണ് പോകുന്നത് ഇവിടുന്ന്. ബേപ്പൂരിൽ നിന്ന് ആദ്യമായിട്ട് ഉരുവില് ഗൾഫിൽ പോയ ആള്, ഉരുവില് പോയ ഒരാളുണ്ട്. അയാളെപ്പോ നമ്മളെന്നെ വിളിക്കുക അറബിന്ന് വിളിക്കുക അയാളെ. കാരണം അയാള് മലയാളം സംസാരിക്കാൻ തന്നെ അറിയില്ല എപ്പോഴും. ഇപ്പൊ ആള് റിട്ടയർഡ് ആയിട്ട് ഇവിടെ ഉണ്ട് ആള്. അപ്പൊ അയാൾ എപ്പോഴും ഇവിടെ വരുന്ന ആളെ. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ അയാൾ പഴയ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ എനിക്കൊരു ടേപ്പ് റിക്കാർഡ് പറഞ്ഞപ്പോ അങ്ങനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോ വാങ്ങിയതാ. ഇത് കുറെ കാലം വീട്ടിലേ, ഇത് 10-20 കൊല്ലം വീട്ടിനുള്ളിലേ. അപ്പൊ ഒന്നിവിടെ റിപ്പയർ ചെയ്തപ്പോഴൊന്ന് വെറുതെ ഒരു ഷോക്ക് വേണ്ടി വെച്ചാണ്. എന്റെ കൈമിൽ കിട്ടിയ 20 വർഷത്തോളം പഴക്കമുണ്ട്. ഇത് ആരെങ്കിലും വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ? ചോദിക്കൂല്ലേ? ഓ, അപ്പൊ എന്തായാലും ഇത് ചേട്ടനെ കിട്ടിയപ്പോ വർക്ക് ചെയ്യുമായിരുന്നോ? അതിന്റെ റേഡിയോ വർക്ക് ചെയ്യും. പിന്നെ ഞാൻ അതിന് മെനക്കെട്ടിട്ടില്ല. കാരണം അതിന് വെറുതെ കുറെ പൈസ ചെലവാക്കണല്ലോ. അപ്പൊ ആധുനിക യുഗമല്ലേ, പണ്ടത്തമായിരുന്നല്ലോ. ഇപ്പം നിസ്സാര കാര്യങ്ങള് വിരലോട് നെക്കിയാ കിട്ടുന്ന കാര്യങ്ങളല്ലേ ഒക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞ ചേട്ടനെക്കാളും പ്രായമുള്ള ടി വി ആണ്. ഉണ്ട്. ഇത് ഭയങ്കര പഴക്കമുള്ള സാധന. ബേപ്പൂർ എന്ന് പറഞ്ഞാൽ പണ്ട് അറബികളെ ഇവിടെ കൊട്ട മുടഞ്ഞു വിറ്റിന്. കാരണം കാരക്കന്റെ ഓല കൊണ്ട് കൊട്ട മുടഞ്ഞിട്ട് വിൽക്കുന്ന അറബികളെ. എന്നിട്ട് കൊട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ബേപ്പൂർ വൈകുന്നേരം ഒന്നും അങ്ങാടി കൂടെ നടക്കാൻ കഴിയില്ല. അറബികൾ അത്ര അറബിയുള്ള സ്ഥലേ. പിന്നെ ഈ പുലിമുട്ട് കെട്ടില്ല ഇവിടെ. പുലിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് വാട്ടർ ഫൗണ്ടേഷന്. അതിന്റെ ശേഷം ചാലിയം ഭാഗത്ത് കല്ല് കുറച്ച് ബേപ്പൂർ ഭാഗത്ത് കൂടുതൽ ടെമ്പിള് ഈ തിരുമാല അങ്ങോട്ട് കരക്കലേക്ക് വന്നു. അങ്ങനെ ഈ പ്രസ്ഥാനം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയതാ. മറ്റേ അറബികളൊക്കെ ഉരു നന്നാക്കാനോ റിപ്പയർ ചെയ്യാനും ബേപ്പൂരിലൊക്കെ വരല്. പിന്നെ മദീന പള്ളി ഉണ്ടാക്കാനൊക്കെ ഇവിടുന്നാണ് മരം കൊണ്ടേ പറഞ്ഞാലേ നമുക്ക് ആരും പറഞ്ഞാൽ വിശ്വസിക്കോ? അങ്ങനത്തെ ഒരു സ്ഥലം ബേപ്പൂര്. നമ്മളറിയാത്ത ഒരുപാട് കഥകള്. ഇവിടെ ചരിത്രം, വലിയ ചരിത്രമുള്ള സ്ഥലല്ലേ. അപ്പൊ നമുക്ക് ഈ ടി വി ഒന്നും ആളെ വേണമെങ്കിൽ ഒന്ന് കാണാൻ പറ്റൂ? ഈ ടി വി എത്ര ആള് കാണാൻ വരുന്നുണ്ട്? അല്ല, ഈ ടി വി ചേട്ടന് നാളെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇപ്പോഴത്ത് പോകാൻ പറ്റും. ആള് പണിഞ്ഞെടുക്കണം. എന്റെ പിന്നെ ആള് പണിക്കാള് ചില ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും. ഓ, അങ്ങനെ അങ്ങനൊക്കെ ഉള്ള ആളാണ് അയാള്. ചേട്ടന്റെ ആ പുള്ളിയുടെ പേരറിയാമോ? അയാളെ നമ്മളെ അറബിന്ന് വിളിക്കുക. അറബിയില്ലേ? ഇവിടെ ബേപ്പൂരിന് അടുത്താണോ പുള്ളിയുടെ? സ്വന്തം ബേപ്പൂക്കാരനാണ്. ബേപ്പൂരാ. അപ്പൊ എന്തായാലും ചേട്ടാ, ഇതൊരു വലിയൊരു കാഴ്ചയാണ് ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. കാരണം ഇതിനെ കുറിച്ച് അറിയാന്നുള്ളവർക്ക് ഇതറിയാം. ഈ ഷാർപ്പ് എന്ന ബ്രാൻഡ് ഇത്രയും പഴക്കമുള്ള ബ്രാൻഡാണ്, ഒരുപാട് കാലം പഴക്കമുള്ളത്. അതെ. അപ്പൊ എന്തായാലും ചേട്ടാ, താങ്ക്സ്. ചേട്ടാ, ഹോട്ടലിന്റെ പേര് ഞാൻ നോക്കില്ല, പേരെന്താണ്? നാഷണൽ ബിരിയാണി സെന്റർ. നാഷണൽ ബിരിയാണി സെന്റർ. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി എന്താ? ബിരിയാണി മാത്രമാണ് ഇവിടെ. ബീഫും ചിക്കനും ആണ്. ഇത് കുറെ വർഷമായി ഇവിടെ. ബീഫും ചിക്കനും. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു ബീഫ് ബിരിയാണിയാണ് കഴിച്ചത്. ദമ്മല്ലേ? ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് വേറെ വശം. പക്ഷെ ഇതെന്തായിരുന്നാലും സംഗതി വേറെ ലെവലാണ് കേട്ടോ. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ നാട്ടില് ഉണ്ടായിരുന്ന ഒരു ടി വി ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കയ്യിൽ തൂക്കിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു മോഡലാണത്. ഞാൻ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് ടേപ്പ് റെക്കോർഡർ ഉണ്ടല്ലേ, റേഡിയോ ഒക്കെ ഉണ്ടല്ലോ. ടേപ്പ് റെക്കോർഡർ, റേഡിയോ, ഇതൊക്കെ ഉള്ളൊരു. പിന്നെ അതിൻ്റെ കൂടെ ടിവിയുടെ സ്ക്രീൻ സൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വളരെ ചെറിയ സ്ക്രീൻ സൈസാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അതിൻ്റെ ബ്രാൻഡ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഷാർപ്പാണ്. ഷാർപ്പ് പണ്ടേ ഉള്ളൊരു ബ്രാൻഡാണ്, നമ്മളൊന്ന് ഓർമ്മിച്ചോളണേ. എനിക്ക് ഈ പഴയ ടി വി കണ്ടപ്പോൾ ഇത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ ടി വിയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാമെന്നുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.